സംഗീത സംഗീതനെ കിട്ടിയിട്ടുണ്ട്. നമുക്കത് പ്രൊഫൈൽ നോക്കാം. ആള് കൊള്ളാലോ. ശുഭ നായർ, നല്ല നായർ കുട്ടിയാണ്. കിട്ടി. ഗായത്രി. ആദ്യം തന്നെ നമ്മളെ തമ്മിൽ കണ്ടുവന്ന എല്ലാ സിംഗിൾസിനും എൻ്റെ വക പ്രണാമം സുഹൃത്തുക്കളെ. കൂടാതെ ഇത് നമ്മൾ സിംഗിൾസിന്റെ വിജയം കൂടിയാണ് സുഹൃത്തുക്കളെ. മതി, വല്ലനും കിട്ടുമോ നോക്കാം. അപ്പോൾ കാര്യത്തിലേക്ക് കിടക്കാം സുഹൃത്തുക്കളെ. നമ്മുടെ ഡേറ്റിംഗ് ആപ്പിന്റെ പേര് റാൻഡോ ചാറ്റ് എന്നാണ്. അത് നമുക്ക് പ്ലേ സ്റ്റോർ വഴി കിട്ടും. iOS സപ്പോർട്ട് ആവുന്നുള്ള കാര്യം എനിക്ക് അറിയില്ല, നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക. എന്നാൽ പിന്നെ ഡൗൺലോഡ് ചെയ്ത് നോക്കിയാലോ. അപ്പോൾ ഇതാണ് നമ്മളെ റാൻഡോ ചാറ്റ്. നമ്മൾ നേരെ ഇൻസ്റ്റാൾ ചെയ്യുകയാണ്. വെറും 12 MB മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ഇൻസ്റ്റാൾ ആവുകയും ചെയ്ത്. ഓപ്പൺ വന്നു. വെൽക്കം ടു റാൻഡോ ചാറ്റ്. നമുക്കിവിടെ കുറച്ച് ഇൻസ്ട്രക്ഷൻസ് വന്നിട്ടുണ്ട്. അത് നമുക്ക് 18 വയസ്സ് ഓവർ ആണോ എന്നൊക്കെ ഞാൻ ചോദിക്കുന്നത്. അത് നമുക്ക് മുഴുവൻ ടിക്ക് ചെയ്ത് കൊടുത്തിട്ട് കണ്ടിന്യൂ വിത്ത് ഗൂഗിൾ കൊടുക്കാം, ഫേസ്ബുക്ക് കൊടുക്കാം. നമുക്ക് ഗൂഗിൾ കൊടുക്കുന്നതാണ് കുറച്ചുകൂടി നന്നാവുക. അതുകൊണ്ട് നമ്മൾ ഗൂഗിൾ എടുത്തിട്ട് എൻ്റെ ഒരു ജിമെയിൽ അക്കൗണ്ട് അവിടെ കൊടുക്കുകയാണ്. ഫുൾ പ്ലീസ് വെയിറ്റ് ഫുള്ള് വെയിറ്റിംഗ്. അത് ക്യാൻസൽ എടുക്കാം. ഇതിൽ കുറേ പേര് നമുക്ക് ഇങ്ങോട്ട് മെസ്സേജ് അയച്ചിട്ടുണ്ടല്ലോ. കേരള ഹായ്. ഇതെന്താ? വീണ്ടും ഒരു ഇൻസ്ട്രക്ഷൻ. ഡോണ്ട് ബി എ പന്നിയോ. റെസ്പെക്ട് അതേഴ്സ്, ഹാവ് എ ഗുഡ് ടൈം. ഒക്കെ നൈസായിട്ട് തട്ടിവിടുക. കേരള നമുക്ക് അങ്ങോട്ടൊരു ഹായ് അയച്ചിട്ടുണ്ട്. ഇതൊക്കെ ഫേക്ക് ആണോ അതോ ഒറിജിനൽ തന്നെയാണോ എന്നൊക്കെ ആർക്കറിയാം. നമുക്കെന്തായാലും ഹായ് ഹലോ എന്നും കൂടെ അയച്ചിടാം. വേറെ അഭിജിത്ത്, അത് മലയാളിയാണ്. നമുക്ക് ഞാനെന്തിനാണ് ആൺകുട്ടിക്ക് അയക്കുന്നത്? നമ്മളത് ലക്ഷ്യം അതാണോ സുഹൃത്തുക്കളെ? അല്ലല്ലോ. ആഷിൽ ദിവ്യ 9th ക്ലാസ്, ദിവ്യ 1st ക്ലാസ് എന്ന് കൊടുത്തിരുന്നെങ്കിൽ അതിൻ്റെ ഇടയ്ക്കൊരു ആഡ് വന്നു. നമുക്ക് അത് നോക്കണ്ട. ദിവ്യ 9th ക്ലാസ് വന്നിട്ടുണ്ട്. നമുക്ക് ഒരു ഹായ് അങ്ങോട്ട് അയച്ചിടാം. ഹായ് ഹലോ. ടുഡേ 7:45 അവൾ നോക്കിയിട്ടുണ്ട്. എന്താണോ എന്തോ. കേരള ബോയ് മല്ലു ഗേൾ കൊള്ളാലോ. ഓഫ്ലൈൻ 2 days മെസ്സേജ് ഒരു കാര്യമില്ല. നമ്മൾ എടുക്കുന്നതൊക്കെ അങ്ങനെയാണല്ലോ. നമുക്കെന്തായാലും ഒന്ന് സെർച്ച് ചെയ്ത് നോക്കാം. മലയാളി ഗേൾസ് വാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ആളെ ഒരു ബോയ് ആയിരിക്കില്ലേ? വീണ്ടും ബോയ്. നമുക്ക് കേരള എന്ന് പറഞ്ഞിട്ടൊരാൾ ഹായ് ഹലോ അയച്ചിട്ട് എന്താ പറയാം. നമുക്ക് അങ്ങോട്ട് അയക്കാം. ഗേൾ ഓർ ബോയ് അയച്ചു വെക്കാം. ഗേളാണെങ്കിൽ കിട്ടിയല്ലോ. ഏത്? ഗേൾ ഓർ ബോയ്. ടുഡേ ഇപ്പോൾ ജസ്റ്റ് നൗ നോക്കി പോയിട്ടുണ്ടായിരുന്നു. കണ്ടു, നമ്മൾ മെസ്സേജ് കണ്ടു. ഇസ്രതേമേ ഗേളായിരിക്കണേ. ബോയ് ഓക്കെ ബൈ. ഈ അടുത്ത ആളതാപ്പം ശ്രദ്ധേമേ ഏതെങ്കിലും ഒരു ഗേളായിരിക്കണേ. മല്ലു ആൽപ്പി, ഇതൊക്കെ എന്തൊന്ന് പേരടേ. ഹായ്, ചുമ്മാ അയച്ചിട്ടേക്കാം. ഗേളാണോ ബോയാണോന്ന് അറിയില്ല. ഒന്നുകൂടെ സെർച്ച് ചെയ്യാം. സംഗീതനെ കിട്ടിയിട്ടുണ്ട്. നമുക്കത് പ്രൊഫൈൽ നോക്കാം. ആള് കൊള്ളാലോ. പക്ഷേ ഒരു വയസ്സിന് മൂത്തതാണ്. കുഴപ്പമില്ല. നമുക്ക് ജസ്റ്റ് ഒന്ന് ഹായ് ഇട്ടേക്കാം. ഇപ്പം ജസ്റ്റ് നോക്കി പോയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. 11-13 അവൾ നോക്കിയിട്ടുണ്ട്. ഹായ് ഹലോ, ഒന്ന് വേഗം വരുമോ? സംഗീത ആള് കൊള്ളാലോ. മല്ലു അയച്ചിട്ടുണ്ട്. ഹായ് പ്ലീസ് ഏജ് ഹായ് എന്ന്. ഫസ്റ്റ് നമ്മൾ അങ്ങോട്ട് അയക്കുന്നു ഗേൾ ഓർ ബോയ് എന്ന്. അത് കഴിഞ്ഞിട്ട് മതി ബാക്കി. ഗേൾ ഓർ ബോയ് അയച്ചു. എനിക്ക് തോന്നുന്നു ഇത് ബോയ് ആവാനാണ് ചാൻസ്. ഏറ്റവും കൂടുതൽ ബോയ്ക്കളെയാണ്, ബോയ്സിനാണ് കിട്ടുന്നത്. ബോയ്ന്ന് പോടാ അവിടുന്ന്. സംഗീത ഒന്നും നമുക്ക് അയച്ചിട്ടില്ലല്ലോ. ഹായ് ഹലോ എന്ന് അയച്ചു. അത് നമ്മൾ അങ്ങോട്ട് അയച്ചാട്ടോ. ഒന്നും കൂടെ അയക്കാം. ഹേയ് ഒന്ന് വാ. ഇപ്പോൾ കയറി നോക്കിയിട്ടുണ്ട്, പക്ഷേ നമ്മളെ മെസ്സേജ് കണ്ടില്ല. സാരില്ല, നമുക്ക് അടുത്തന്നെ പിടിക്കാം. നമുക്കൊന്നും അവിടെ ശരിയാവണില്ലല്ലോ. അനോണിമസ്, ഇത് മിക്കവാറും ബോയ്സ് ആവാനാണ് ചാൻസ്. നമുക്ക് ശുഭ നായർ, നല്ല നായർ കുട്ടിയാണ്. എന്തായാലും നമുക്കൊന്ന് പ്രൊഫൈൽ നോക്കിയേക്കാം. ഇത് നമ്മളെ സായിപ്പല്ലവി അല്ലേ. എന്തായാലും നമുക്ക് അവർക്കും ഒരു ഹായ് അയക്കാം. ഇതും മിക്കവാറും ഫേക്ക് ഐഡിയ ആവാനാണ് ചാൻസ്. ഇതിൽ കുറേ ഫേക്ക് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നമ്മൾ ഒന്ന് നല്ലപോലെ തിരയേണ്ടി വരും.
അനോണിമസ്, വീണ്ടും അനോണിമസ് നമ്മൾ ഹായ് അയച്ചിട്ടയക്കാം. അതും ബോയ്സ് ആവാനാണ് ചാൻസ്. ഇതിൽ ഗേൾസ് വളരെ കിട്ടാൻ കുറവാണല്ലോ. മല്ലു മലയാളിയാണ്. ഹായ്, ഹലോ. ബോയ് ആയിരിക്കും, മൊത്തം ബോയ്സ് ആണ് സുഹൃത്തുക്കളെ. വീണ്ടും കിട്ടിയിട്ടുണ്ട് മൃദുല. കൊള്ളാം അല്ലേ? നമുക്കൊന്ന് ഹായ് അയച്ചേക്കാം. ഇപ്പോൾ ഓൺലൈനിൽ ഉണ്ടായിരുന്നു. ഹായ്, ഹലോ. ഇപ്പോൾ ഗുഡ് മോർണിംഗ് ആണല്ലോ അല്ലേ? അപ്പോൾ നമുക്കൊന്ന് ജസ്റ്റ് ഗുഡ് മോർണിംഗ് അയച്ചിട്ടേക്കാം. ഗുഡ് മോർണിംഗ് എന്ന് അയച്ചിട്ടുണ്ട്. കണ്ടാൽ ഭാഗ്യം. പിന്നെ എനിക്ക് അങ്ങോട്ട് ഉറക്കമില്ലാത്ത രാത്രികളാണ് സുഹൃത്തുക്കളെ. നമുക്ക് മലയാളി കുട്ടികളുടെ നമ്പർ ഒരാൾ എനിക്ക് ലിസ്റ്റ് അയച്ചിട്ടുണ്ട് അനോണിമസ്. എന്താണ്, നല്ല മലയാളി കുട്ടികൾ നമ്പറുണ്ട്, വേണ്ടവർ മാത്രം വാ. നല്ല മലയാളി കുട്ടികളുടെ നമ്പറുണ്ട്, വേണ്ടവർ മാത്രം വാ. ഇതെന്താ ഇവൻ ഒരുമാതിരി എഴുതി പഠിച്ചിട്ടൊക്കെയാണല്ലോ. ചീപ്പ് റേറ്റ് വേണ്ട, നമുക്കങ്ങനെ ചീപ്പ് ഐറ്റംസിനൊന്നും വേണ്ട. നമുക്ക് നല്ലൊരു പെൺകുട്ടികളെ കിട്ടുന്നില്ല സുഹൃത്തുക്കളെ, എന്താണെന്ന് എനിക്കറിയില്ല. നമുക്ക് ഒരു പ്രതീക്ഷ വെച്ചിട്ട് ഒന്നുകൂടെ സെർച്ച് ചെയ്ത് നോക്കാൻ. കിട്ടിയ മക്കളെ അശ്വതി, അവളെ കമ്മിത്തിലാണെന്ന് തോന്നുന്നു. ഏതോ രണ്ടാൾക്കാരെ കൈ പിടിച്ച് നിൽക്കുന്നതാണ്. എന്തായാലും കിട്ടിയതല്ലേ, അല്ലെങ്കിൽ ആരാൻ്റെ മുതലേ നമ്മൾ ആശ്രയിക്കണോ? വേണ്ടല്ലോ. എന്തായാലും ചുമ്മാ ജസ്റ്റ് ഒരു ഹായ് ഇട്ട് വെച്ചേക്കാം, ജസ്റ്റ് ഫ്രണ്ട് എന്നുള്ള രീതിയിൽ. ഒന്നുകൂടെ സെർച്ച് ചെയ്ത് നോക്കാം. കിട്ടി, ഗായത്രി. കണ്ടിട്ട് നല്ല സ്നേഹമുള്ള കുട്ടിയാണെന്ന് തോന്നുന്നു, കാരണം അമ്മേൻ്റെ കൂടെ ഇരുന്ന ഫോട്ടോ ഒക്കെ ഉണ്ട്. എന്തായാലും നമുക്ക് മെസ്സേജ് അയച്ചിട്ടേക്കാം. ഓൺലൈനിലുണ്ട്. ഹായ്, ഹലോ. എനിക്ക് തോന്നുന്നു പുള്ളിക്കാരി ഈ കേരളത്തിലുള്ളതല്ലാന്ന് എനിക്ക് തോന്നുന്നത്. മിക്കവാറും ഹിന്ദി ആവാനാണ് ചാൻസ്, ഒരു ഹിന്ദിക്കാരി ആവാനാണ് ചാൻസ്. നമുക്ക് ഹിന്ദി അറിയില്ല, എന്തായാലും നമുക്കൊന്ന് ചവിട്ടി പിടിക്കാം. അയാൾ അയച്ചിട്ടുണ്ട്. അക്സെപ്റ്റ് ചെയ്യുമായിരിക്കും. ഓൺലൈനിൽ നിന്ന് പോയി. അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മൾ ഏകദേശം ഇത്രയും പേർക്ക് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ആയിട്ട് മെസ്സേജ് അയച്ചിട്ടുണ്ട്. അതിൽ ആരും എൻ്റെ ഭാഗ്യം കൊണ്ട് ഒന്നും വർക്കായില്ല. പക്ഷേ സംഭവം റിയലാണ്, ആൾക്കാരൊക്കെ റിയലാണ്. പിന്നെ കുറേ മറ്റേ ടീംസ് ഉണ്ടാവും, നിങ്ങൾക്ക് ജസ്റ്റ് ആലോചിച്ച് നോക്കിയാൽ മതിയാവല്ലോ അങ്ങനത്തെ ആളുകൾ ഉണ്ടാവും എന്നുള്ളത്. പിന്നെ എനിക്ക് ഏറ്റവും മെയിനായിട്ടുള്ളൊരു കാര്യം പറയാൻ ഉള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇതിന് ഈ ഒരു വശം മാത്രമല്ല, വേറൊരു വശം കൂടെ ഉണ്ട്. അത് ഞാൻ അവിടെ കാണിക്കാം. ഈ കാണുന്ന വാർത്തകളൊക്കെ നമ്മളെ കേരളത്തിൽ സംഭവിച്ചതാണ്, ഇന്നും നടക്കുന്നുണ്ട്. കേരളത്തിനകത്തും പുറത്തുമായിട്ട് നമ്മളാരും അറിയുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ എനിക്ക് പറയാനുള്ളത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്കൊക്കെ അറിയാം ഈ ഒരു ആപ്പ് എത്രത്തോളം ട്രസ്റ്റബിൾ ആണെന്നുള്ള കാര്യം. അതുകൊണ്ട് നിങ്ങളെ പേഴ്സണൽ ഡീറ്റെയിൽസ് ഒന്നും ആർക്കും ഷെയർ ചെയ്ത് കൊടുക്കാൻ നിൽക്കരുത്. ഓരോ മണ്ടത്തരങ്ങളും പോയി ചെയ്യരുത്. ഈ ഒരു ആപ്പ് ജസ്റ്റ് ഫണ്ണാക്കി മാത്രം കാണുക. ഒരു ബോറടിക്കുന്ന സമയത്തൊക്കെ എടുത്ത് നോക്കാൻ നല്ലാതെ വേറെ പേഴ്സണലാക്കി മാറ്റരുത്. പിന്നെ ഈ ആപ്പിൽ ലിങ്ക് ചാനലിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ കൊടുക്കുന്നുണ്ട്. ഇനിയും ഇതേപോലത്തെ വീഡിയോസ് ഉണ്ടാകുന്നതായിരിക്കും. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ സീ യു ഓൺ ദ നെക്സ്റ്റ് വീഡിയോ.